ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് കേട്ടോ. 6 മണി മുതൽ ഒരു 8 മണി വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് ഒന്ന് 2 ഇഡ്ഡലി എടുത്ത് കഴിച്ചിട്ടാണ് കേട്ടോ കുളിക്കാനായിട്ട് പോകുന്നത്. കാരണം കുട്ടി ഇന്ന് കുറച്ച് കരഞ്ഞത് കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. അതുപോലെ രാവിലെ 6 മണിക്കുള്ള മുട്ടയും പാലും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാനിവിടെ എണ്ണ തേച്ച് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതുപോലത്തെ 2 ടേബിളുണ്ട്. ആ കർട്ടൻ്റെ ബാക്കിലായിട്ടും ഒരു ടേബിളുണ്ട്. അങ്ങനെ ഒരു ടൈം 2 ആളാണ് തേച്ച് കുളിക്കൽ. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ റൂമിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മൾക്ക് കുളിക്കാനുള്ള ആ ഒരു ഏരിയ. അതേപോലത്തെ വേറൊരു റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഇവിടെ നല്ല മഴയുണ്ടോ പെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് ചോറ് വെക്കുന്ന അരിയാണ്. ആ ഒരു ചോറാണ്. ചോറിൽ കുരുമുളക് പൊടി ഉണ്ടെന്ന് മനസ്സിലായി, അതുപോലെ ചെറിയ ഉള്ളി ഉണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉണ്ട്. ബാക്കി എന്തൊക്കെയാണെന്ന് മനസ്സിലാവില്ല. ഉപ്പിട്ടിക്കണേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സംഭവം കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കഴിക്കുന്നത്. ഇതിൻ്റെ പേര് അറിയാവുന്നവരും കൂടി ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ അതാ ഉച്ചയ്ക്ക് നമ്മൾക്ക് ചോറ്, പയറുപ്പേരി, അതുപോലെ തന്നെ പപ്പടമുണ്ട്, പിന്നെ ചിക്കൻ മുളകിട്ട കറിയും, അതുപോലെ തന്നെ കുമ്പളങ്ങ കറിയാണ് കേട്ടോ. മോര് കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഇതായിരുന്നു. ഇപ്പോൾ അധിക ദിവസവും വൈകുന്നേരങ്ങളിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ നാടും ഇവിടെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫാമിലിക്കൊക്കെ വരാൻ ഈസി ഇങ്ങോട്ടാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരാറുണ്ട്. പിന്നെ നമുക്ക് വൈകുന്നേരമായിട്ട് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടെന്ന് ചെറുപയർ വിരകിയതാണ് കേട്ടോ, ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അന്ന് രാത്രിയിൽ എൻ്റെ ചെറിയ നാത്തൂൻ്റെ ഉമ്മയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാത്തൂനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ ഇത്. ഞങ്ങളിവിടെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് കുറേ അധികം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മോളൊക്കെ ആണെങ്കിൽ പോയി. ഇപ്പോൾ ഞാനും മമ്മിയും മാത്രമേ കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താ ബീഫുണ്ട്, അതുപോലെ തന്നെ പൊറാട്ടയും, പിന്നെ നെയ്യപ്പുണ്ട്, അതുപോലെ നമ്മളെ ഈത്തപ്പഴം വിരകിയതുണ്ടല്ലോ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ 1 കിലോൻ്റെ മേലുണ്ട്. ഞാൻ അത്രയ്ക്കൊക്കെ തിന്നുമെന്നുള്ളതിന് എനിക്കറിയില്ല. പക്ഷേ ഈ പൊറാട്ടയും ബീഫും ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ ഫുഡ് എന്തായാലും വീട്ടിലെ ഫുഡ് തന്നെയാണല്ലോ. അപ്പോൾ നെയ്യപ്പം അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഈത്തപ്പഴം വിരകിയത് ഇത്ര അധികം ഉണ്ട്. ഞാൻ എന്നാണ് തിന്ന് കഴിയുക എന്നുള്ള എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട, കൊണ്ടുപോയിക്കോ, തിരിച്ച് കൊണ്ടുപോയിക്കോ എന്നാണ്. കണ്ടിട്ട് തന്നെ പേടിയാവുണ്ട് കേട്ടോ, കുറേ ഉണ്ട് ക്വാണ്ടിറ്റി. അപ്പോൾ അന്ന് നമ്മൾ ഇവരോട് വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് വേണ്ട, നമ്മൾക്ക് ഗസ്റ്റ് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ അവരും 8 മണിയാകുമ്പോൾ നമുക്കുള്ള ഫുഡ് ആയിട്ട് വരും. അപ്പോൾ ഇന്ന് നമ്മൾ ഇതാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് അവരിറങ്ങിയപ്പോൾ നമ്മൾ വേഗം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു ഇമോജിയെങ്കിലും ഇട്ടാൽ മതി. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.